ഇതാ എന്റെ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ നിങ്ങളാണ് എന്നെ എൻക്വയറി ചെയ്യേണ്ടത്. എൻക്വയറിയോ? വൈ? എന്റെ അടുത്ത് ഉത്തരങ്ങളുണ്ട്. ഐ നീഡ് സം എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എന്താന്ന് വെച്ചാ ക്രിമിനൽ ആരാന്ന് നമുക്കറിയില്ല, എന്ന വിക്ടിം ആരാണെന്ന് അറിയും ചെയ്യാം. ആരത്? ഞാനാണ്. മാഡം? ഈ വെബ്സൈറ്റോടുകൂടിയല്ല എല്ലാം സ്റ്റാർട്ട് ചെയ്തേ. ഇവിടെ ഞാൻ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ശരിയാവില്ല. എനിക്കെതിരായിട്ട് എന്റെ മൈൻഡ് ഒരിക്കലും പ്രവർത്തിക്കില്ല. അതിന് ഐ നീഡ് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഫോർ ദിസ് കേസ്. എന്താന്ന് വെച്ചാ ഈ വെബ്സൈറ്റ് ആരംഭിച്ചപ്പോ മുതല് ഇതിന് പിന്നിൽ വലിയൊരു പ്ലാൻ നടക്കുന്നുണ്ട്. അത് മാഡത്തിന്റെ ഗട്ട് ഫീലിംഗ് ആണോ? ഇല്ല. ഓക്കെ, ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കിത്താ. നടന്ന സർവൈലൻസസ് എല്ലാം അരുണിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായത്. കമ്മിറ്റിയിൽ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ മാഡം പറയുന്നത് കൺഫ്യൂസിംഗ് ആ. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അരുണല്ലെന്ന് പറയുന്നു, അത് മറ്റാരോ ചെയ്തെന്നും പറയുന്നു. അങ്ങനെ അത് മറ്റാരാണോ ചെയ്തിരുന്നെങ്കിൽ അരുൺ എന്തിനാ? നമുക്കത് ചെയ്ത ആളെ കണ്ടുപിടിച്ചാ പോരെ? ഒരുപക്ഷെ മാഡത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പ്രാക്ടിക്കലായി മറ്റൊരു വ്യക്തിയുമുണ്ടെന്ന് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ ഞാനത് ചെയ്തുതരാം മാഡം. അതെന്ത് റിസ്ക് ആയാലും ഞാൻ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട് അരുണിനെ പറ്റി കുറച്ച് അറിയണം. അവനെ ടോർച്ചർ ചെയ്ത് കൊന്നത് നീയല്ലേ? ഇപ്പൊ ഇൻഫർമേഷൻ വെച്ച് എന്ത് ചെയ്യാൻ പോവാ? അവസാനമായി അരുണ നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് കണ്ടത്? അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ വെച്ചാ ഞങ്ങൾ മീറ്റ് ചെയ്തത്. അന്ന് നല്ല ദേഷ്യത്തിലായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ദേഷ്യം വരുന്ന ആളാ. അരുണിന് ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും അവൻ പരിചയപ്പെട്ടിരുന്നോ? അത് രണ്ടും നീയാ. എന്താടാ അവൻ ഇതുവരെ കൊണ്ടുവരാത്ത? ഹലോ സീ ഡെവൽ, ആ ഒരു ഗ്രാഫിറ്റിയോടെ നിർത്താൻ പോകുന്നില്ല. അടുത്തത് ഇപ്പൊ തയ്യാറാവുന്നുണ്ട്. ഇനി വരുന്ന മീംസ് എല്ലാം നിന്നെ പറ്റിയായിരിക്കും. കാര്യങ്ങൾ ക്ലിയർ ആണ് മാഡം. ഒരു ദേഷ്യത്തിന്റെ പേരിലാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പേടിച്ചിട്ടായിരിക്കും ഒളിച്ചിരുന്നത്. ആ സ്ഥലം മാഡം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ചെന്നതുകൊണ്ടായിരിക്കും മാഡത്തിന്റെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അവൻ ആത്മഹത്യ ചെയ്തത്. ഈ കാര്യത്തില് മറ്റൊരു വ്യക്തിയുടെ കൂടെ ആവശ്യകത എന്താ? എന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നു പറഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ വെബ്സൈറ്റ് വന്നു, സർവൈലൻസിൽ വെച്ച്. അതിനുശേഷം ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാ ഈ 3 ദിവസത്തില് അവൻ എന്ത് പറ്റി? ആ ദിവസങ്ങളില് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തോണ്ടിരുന്നുണ്ടാവും. ഫൈൻ, നിങ്ങൾ പറഞ്ഞ പോലെ അരുൺ വെബ്സൈറ്റ് ഉണ്ടാക്കിയെന്ന് വെക്കേ. ആ സന്തോഷത്തിൽ അവൻ സൂയിസൈഡ് ചെയ്യുന്നാണോ? മനസ്സിലായില്ല. ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയതിന് അവൻ സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇല്ലെങ്കിൽ ഞാൻ സംശയിച്ച പോലെ വെബ്സൈറ്റ് ഉണ്ടാക്കിയതിന് പേടിക്കും വേണ്ട, സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സോ 2 സിറ്റുവേഷനിലും സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മാഡം പറയുന്നത് മനസ്സിലാവുന്നില്ല. അരുണിന്റെ മരണത്തിന് പുറകില് ആരോ ഒരാളുണ്ട്. അവൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും വിശ്വസിക്കുക. അതുകൊണ്ട് അത് സൂയിസൈഡ് കേസായി ക്ലോസ് ചെയ്തു. ഞാനാണെങ്കിൽ സസ്പെൻഡുമായി. മാഡത്തിനെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? ഈ ചോദ്യം എന്നോട് ചോദിച്ചെങ്കിൽ ഇതിന് പിന്നില് വേറെ ആരോ ഉണ്ടെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? സോ യു ആർ കൺവിൻസ്ഡ്. ആ രണ്ടാമതൊരു വ്യക്തിക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അറിയില്ല. അരുണും മാഡത്തിനിടയിലുള്ള പ്രശ്നത്തിനിടയിൽ അയാൾ എന്തിനാ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണേ? ഒരുപക്ഷെ അതിനു മുന്നേ നടന്നതൊക്കെ അതിനൊരു കാരണമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പെർട്ടിക്കുലറായിട്ട് എനിക്കറിയാവുന്ന ഒന്നും തന്നെയില്ല. നടന്ന ഒരേയൊരു വിഷയം, 2 വർഷം മുമ്പ് എന്റെ ഫ്രണ്ട് പ്രിയ മരിച്ചു. അതിൽ പങ്കുള്ളവർ ആരാന്നാ ഞാൻ അന്വേഷിച്ചില്ല. അതവനെ അറിയോ അറിയില്ല എന്നുള്ളത് എനിക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം, അവൻ എന്നെ അറിയാനായിട്ടൊരു ചാൻസ് ഉണ്ട്.
അപ്പോൾ അയാളാണ് ഇതൊക്കെ ചെയ്തതെന്നാണോ പറഞ്ഞു വരുന്നത്? ആ, ആയിരിക്കാം. അതിനുള്ള കാരണം? പ്രിയയും അരുണും ഒരുപോലെയാണ് മരിച്ചത്. ആ 2 സ്ഥലത്തും ഒരുപോലെ ഉണ്ടായിരുന്നത് ഞാൻ മാത്രം. അതിലൊരെണ്ണം എന്റെ പേഴ്സണൽ ലോസാ, മറ്റൊന്നെന്റെ കരിയറിലെ ബ്ലാക്ക് മാർക്കാ. ഇതിലൊരു കോമൺ ഫാക്ടർ, ഈ 2 കേസും സൂയിസൈഡ് ആണെന്നും പറഞ്ഞ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്ന ഒരു കാര്യം ഉറപ്പാ, ഇത് 2 കൊലപാതക. ഇതൊരിക്കലും എന്റെ തോന്നലുകൾ മാത്രമല്ല. സോ കോമൺ എനിമി, മോട്ടിവേഷൻ വ്യക്തമല്ല. ബട്ട് വൈ 2 years ഗ്യാപ്പ്? Yeah, that's the $1 million question. Why 2 years gap? ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് മുൻപേ തന്നെ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ മാഡം. അത് ശരിയാ. എന്നാ അവര് നോക്കിയത് സൂയിസൈഡ് ആംഗിളിലാ. നമുക്ക് മേർഡർ ആംഗിളിൽ നോക്കണം. മോളി പോവാം. ആ 3 ദിവസം അരുൺ ഇവിടെയായിരുന്നിരിക്കണം. അവൻ ഒറ്റയ്ക്കായിരുന്നു. ഇവിടുന്ന് പുറത്തിറക്കാൻ മൊത്തം 4 വഴിയാ ഉള്ളത്. അതിലൊരു വഴിയിലൂടെ പുറത്തു കിടന്ന് കാണും. മാഡം ഇവിടെ വന്നതിന് ശേഷവും കൊല്ലണം എന്നുള്ള റിസ്ക് അവൻ എന്തിനായിരിക്കും അത് എടുത്തത്? റിസ്ക് അല്ല. പ്ലാൻ ചെയ്ത് അരുണിനെ കൊന്ന് എന്നെ കൊണ്ടുവന്ന് എന്റെ കരിയറിൽ ബ്ലാക്ക് മാർക്ക് വരുത്താൻ ശ്രമിച്ചതാ. എന്നിട്ട് കൂളായി രക്ഷപ്പെട്ടു. ക്രിമിനൽസിന്റെ അടുത്തുനിന്ന് പോലീസ് നമ്മളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചേ. പക്ഷേ ഇതുപോലത്തെ സിക്ക് മൈൻഡഡ് ഓഫീസേഴ്സ് ക്രിമിനൽസിനെക്കാട്ടിലും ഡേഞ്ചർ ആണ് ഇവര്. യെസ്, ഐ വാസ് റൈറ്റ്. അരുണിന്റെ കൂടെ ഇവിടെ നിന്ന് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യ. നോക്ക്, ഷാഡോ കാണുന്നില്ലേ? പക്ഷേ ഇതുപോലത്തെ സിക്ക് മൈൻഡഡ് ഓഫീസേഴ്സ് ക്രിമിനൽസിനെക്കാട്ടിലും ഡേഞ്ചർ ആണ് കറക്റ്റ് ഇവര്. മാഡം. ആ ഷാഡോ പേഴ്സൺ ഉള്ളത് സത്യമാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ? യെസ്. ഇന്ന് അവൻ പുറത്തു വരില്ല. അങ്ങനെ പറയാൻ കാരണം? ഞാൻ അരുണിനെ എൻക്വയറി ചെയ്തപ്പോ തന്നെ അവൻ റിയാക്ട് ചെയ്ത് തുടങ്ങുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അവൻ പ്രത്യക്ഷത്തിൽ വന്നേയില്ല. ഇനിയിപ്പോ എങ്ങനെ വരാനാ? അവന്റെ ക്രൂവൽ ആറ്റിറ്റ്യൂഡ് ഡേഞ്ചറാ. സത്യത്തിൽ ആ മെസ്സേജ് ഇട്ടത് തന്നെ എനിക്ക് വേണ്ടിയാ. ഐ വാസ് നോട്ട് ഹിയർ ബൈ ചാൻസ്, ബൈ ചോയ്സ്. ഹിസ് ചോയ്സ്. പക്ഷെ 2 പേരും എവിടെ എങ്ങനെ കണക്ട് ആവുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല എനിക്ക്.